ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണ ലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഓരോ വ്യക്തികളും വ്യത്യസ്തമായിട്ടുള്ള ജീവിതാനുഭവങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ്. അതുകൊണ്ട് തന്നെ തൊടുകുറി ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യവും വളരെ വലുതാണ്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതോ ഇനി അങ്ങോട്ട് അനുഭവിക്കാനിരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനിടയുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു തൊടുകുറിയിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാകുന്നു. സ്ക്രീനിൽ 2 ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ഏകാഗ്രമായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ തോന്നുവാനും അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുവാനും അതിന് പിന്നിലുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായി അനുഭവപ്പെടാനും ഒക്കെ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങളുടെ ഇഷ്ടദേവീ ദേവന്മാരെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് മനസ്സിൽ കരുതിക്കൊണ്ട് വേണം നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുക്കുവാനായി. തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് വെറും ഒരു ശാസ്ത്രമല്ല. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ സത്യമുള്ള ശാസ്ത്രമാണ്. ജ്യോതിഷപരമായി ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്നർത്ഥം. അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഓരോ ചിത്രത്തിൻ്റെയും ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓരോ ചിത്രത്തിനും അതിൻ്റേതായ ഫലങ്ങളും പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിവുള്ള ആളുകളാണ് നിങ്ങൾ. ഇവരുടെ ജീവിതത്തിലുടനീളം ഭാഗ്യം തേടിയെത്തുന്നതാണ്. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വളരെയധികം ഇവരെ അലട്ടാറില്ല. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിനെയൊക്കെ കുശാഗ്ര ബുദ്ധി കൊണ്ടും ബുദ്ധി കൂർമ്മത കൊണ്ടുമൊക്കെ നേരിടാൻ നിങ്ങൾ സജ്ജരായിരിക്കും. ജോലിയിലൊക്കെ ഉയർന്ന സ്ഥാനത്ത് എത്താനുള്ള സാധ്യത ഉള്ള വിഭാഗത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ. സാമ്പത്തിക പ്രതിസന്ധി വലിയ രീതിയിൽ പ്രയാസപ്പെടുത്താറില്ല. തീരെ ഇല്ല എന്നല്ല അർത്ഥം. കടം കയറി നിങ്ങൾക്ക് മാനസികമായും ശാരീരികപരമായും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നിൽക്കകളിയില്ലാത്ത ഒരവസ്ഥയൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഏത് മേഖലയിൽ ചെന്നാലും അവിടെയെല്ലാം നേതൃസ്ഥാനം വഹിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. സ്ഥിരചിത്തരും സൗന്ദര്യമുള്ളവരുമായിരിക്കും. കുടുംബസൗഖ്യവും സന്താന ഗുണവും ബന്ധുഗുണവും ഒക്കെ ഉണ്ടാകുമെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാവുന്നതാണ്. സമൂഹ മധ്യത്തിൽ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത്. ശുഭാപ്തി വിശ്വാസം നല്ല രീതിയിൽ ഉള്ളവർ കൂടിയാണ് നിങ്ങൾ. സ്വന്തം താല്പര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ. ജീവിത വിജയത്തിനു വേണ്ടി കഠിനമായി പ്രയത്നിക്കാൻ തയ്യാറുള്ളവരാണ് നിങ്ങൾ. തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരുമായി അകലം പാലിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ. സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന പ്രകൃതമാണ് നിങ്ങൾക്കുള്ളത്. സാമർത്ഥ്യവും സൗന്ദര്യവും വളരെയധികം ഉള്ളവർ കൂടിയാണ്. നിങ്ങളെ അങ്ങനെ ഒരു വിധത്തിലും ആർക്കും അടിച്ചമർത്താൻ കഴിയുകയില്ല എന്നതാണ് മറ്റൊരു സത്യം. മുള്ളുകൊണ്ട് എടുക്കേണ്ടതിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾക്കുള്ളത്. മറ്റുള്ളവരുമായി നല്ല രീതിയിൽ സൗഹൃദം സ്ഥാപിക്കുന്നവരാണ് നിങ്ങൾ. ആജ്ഞാശക്തിയും ശുദ്ധഹൃദയത്തിനും ഉടമകളാണ്. മറ്റുള്ളവരുടെ ആജ്ഞാശക്തിക്ക് അനുസരിച്ച് ജോലി ചെയ്യാൻ കുറച്ച് മടിയുള്ള പ്രകൃതമാണ് നിങ്ങൾക്കുള്ളത്. കലാ കായിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ താല്പര്യമുള്ളവർ കൂടിയാണ് നിങ്ങൾ. ആഡംബര വസ്തുക്കളോട് കുറച്ച് ആസക്തി കൂടുതലുണ്ട്. വീട് വൃത്തിയായി കൊണ്ടു നടക്കുവാനും മോടി പിടിപ്പിക്കാനുമൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഉയർച്ചയിലൊക്കെ വളരെയധികം അസൂയാലുക്കളായിട്ടുള്ള ഒരുപാട് പേർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതിനെയെല്ലാം അതിൻ്റെ വഴിക്ക് തന്നെ വിടുക. മറ്റുള്ളവരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ മനസ്സലിവുള്ളവരും സഹായ മനസ്കരുമായ കൂട്ടത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ. കഴിയുന്നതും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നന്മയുടെ വഴിയെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ചീത്ത പ്രവർത്തികളിലൂടെ പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ മുന്നിൽ വന്നാൽ പോലും സ്വീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത്. സ്വന്തം അധ്വാനത്തിലൂടെ ധനം സമ്പാദിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്.
കൂടാതെ ഈശ്വരഭക്തിയും തൻ്റെ ജീവിത പങ്കാളിയോട് വളരെയധികം സ്നേഹവും കരുതലും ഒക്കെ ഉള്ളവരാണ് നിങ്ങൾ. ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. അതിനു മുൻപായി ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ കേൾക്കുക. അതായത് വിശ്വാസമില്ലാത്തവർ, തൊടുകുറി ശാസ്ത്രത്തിൽ വിശ്വാസമില്ലാത്തവർ ഈ ഒരു വീഡിയോ ദയവ് ചെയ്ത് കാണാതിരിക്കുക. ഇനി കാണുന്നവർക്ക് നിങ്ങളുടെ ജീവിതാനുഭവവുമായി വരുന്ന കാര്യങ്ങൾ ബന്ധമില്ലാത്തതാണ് ഇവിടെ പറയുന്നതെങ്കിൽ വീഡിയോ തള്ളിക്കളയുക. അല്ലാത്തവർ നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ ആധാരമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് ഇവിടെ പറയുന്നത് എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടദേവീ ദേവന്മാരുടെ ഏതെങ്കിലും ഒരു നാമം ഇവിടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഇവിടെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്രിയ കാര്യങ്ങൾ പോലും മധുരമായി അവതരിപ്പിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. ഏതൊരു വിഷയമായാലും വളരെ വ്യക്തമായും ശാസ്ത്രീയമായും വിലയിരുത്താൻ കഴിവുള്ളവരാണ്. നല്ല ഈശ്വരവിശ്വാസം ഉള്ളവർ കൂടിയാണ് നിങ്ങൾ. ബുദ്ധിമുട്ടുന്നവരെ എല്ലാ തരത്തിലും സഹായിക്കാനുള്ളൊരു മനസ്സ് ഇവരുടെ സ്വഭാവ സവിശേഷതയാണ്. ശത്രുക്കളുടെ ശല്യം നല്ല രീതിയിൽ നിങ്ങളെ വേട്ടയാടുന്നുണ്ട്. എന്നിരുന്നാലും അവരുടെ ഓരോ നീക്കങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട്. അതുപോലെ തന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സും ഇവർക്കുണ്ട്. എന്നാൽ ഇത് നിങ്ങൾക്ക് പലതരത്തിലുള്ള മനോവേദനയും തന്നിട്ടുണ്ട്. സ്വതന്ത്ര ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ആവശ്യമില്ലാതെ ആരെയും വകവെച്ചു കൊടുക്കുന്ന ഒരു പ്രകൃതം നിങ്ങൾക്കില്ല. ശുദ്ധഗതിക്കാരായിരിക്കും നിങ്ങൾ. പുറമേ നിന്ന് കാണുന്നവർക്ക് നിങ്ങൾ അഹങ്കാരിയെന്നും തൻ്റേടിയെന്നും ഒക്കെ തോന്നുമെങ്കിലും ഹൃദയാലുക്കളായിരിക്കും നിങ്ങൾ. നല്ല ശരീരപ്രകൃതിക്ക് ഉടമകളായിരിക്കും. ആത്മാർത്ഥത വേണ്ട ഇടങ്ങളിലൊക്കെ അത് കൃത്യമായി നൽകിക്കൊണ്ട് കാര്യനിർവഹണം നടത്തുന്നവരായിരിക്കും. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാണ് നിങ്ങളുടെ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത്. ആരെയും അന്ധമായി വിശ്വസിക്കുന്നവരല്ല. എന്നാൽ മനസ്സിന് ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നവരെ മനസ്സിൽ നിന്നും പറിച്ചു കളയുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കർമ്മരംഗങ്ങളിലൊക്കെ പ്രശസ്തിയും അംഗീകാരവും നിങ്ങളെ തേടി വരാവുന്നതാണ്. വിദേശ യാത്രകൾ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. കടം കൊടുത്തിരുന്ന പൈസ തിരികെ കിട്ടുവാനുള്ള അനുകൂലാവസ്ഥയുമൊക്കെ കാണുന്നുണ്ട്. അമിതമായ ചിലവുകളും ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചെന്ന് വരാം. ധൈര്യം കൈവിടാതെ മുന്നോട്ട് പോവുക. ജീവിത ലക്ഷ്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് നേടുന്നതായിരിക്കും. പക്ഷേ കഠിനമായ പ്രയത്നം ആവശ്യമാണ്. അപകട സാധ്യത നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മനഃപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അകന്നു നിൽക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവർ നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. വസ്തുവകകളുടെ മേൽ പല രീതിയിലുമുള്ള തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിനെല്ലാം അനുകൂല ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. മറ്റുള്ളവർക്ക് അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം. ഏതു കാര്യത്തെയും പുഞ്ചിരിയോടുകൂടി നേരിടാൻ നല്ല കഴിവുള്ള ഒരു സ്വഭാവ സവിശേഷതയാണ് നിങ്ങൾക്കുള്ളത്. തന്നെ ആശ്രയിച്ച് കഴിയുന്നവർക്കിടയിൽ ഒക്കെ ഒരു പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കാൻ ഇദ്ദേഹത്തിന് നല്ല കഴിവുണ്ട്. മറ്റുള്ളവരെ അവഗണിക്കുന്ന ഒരു രീതി ഇവർക്കില്ല. എങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വൈകിയാണെങ്കിലും പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതാണ്. വാഹന സംബന്ധമായും ഭൂമി സംബന്ധമായും വീട് എന്ന ഒരു സ്വപ്നത്തെ ആധാരമാക്കിയൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ വളരെ വേഗത്തിൽ ഇതൊക്കെ ചെയ്യുവാനുള്ള ഒരു അനുകൂലാവസ്ഥ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ഭഗവാനെ കൈവിടാതെ ഭഗവാനെ കൈമുതലാക്കിക്കൊണ്ട് മാത്രം നിങ്ങൾ ഓരോ നിമിഷവും ജീവിക്കാനായി ശ്രമിക്കുക. ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്.